ഈ വീഡിയോയിൽ നമ്മൾ കുറേ രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യമേ തന്നെ ഇന്ത്യക്കുള്ളിലുള്ള ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് തുടങ്ങാം. അതായത് ഇന്ത്യക്കുള്ളിൽ ഈ ബജ്രംഗ് ദൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പലരും ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ അവർ നിലപാടെടുക്കുന്നു എന്നുള്ള നിലയിലുള്ള ചില കമൻറ്റുകളൊക്കെ ഞാൻ കാണാനിടയായി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞിട്ട് പോകാം. ഈ ഇന്ത്യക്കുള്ളിൽ വർഷങ്ങളായിട്ട് ഇന്ത്യ പണ്ട് മുതലേ എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പം അവിടെ ശരിക്കും പറഞ്ഞാൽ ഹിന്ദുക്കൾക്കെതിരെയും ക്രിസ്ത്യാനികൾക്കെതിരെയും മുസ്ലിംകൾക്കെതിരെയും അങ്ങനെ എല്ലാ മതങ്ങൾക്കെതിരെയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പലപ്പോഴായിട്ട് പലതരത്തിലുള്ള മൈനർ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്, ഇല്ലാന്നില്ല. ഈ ഇന്ത്യക്കുള്ളിൽ നടക്കുന്ന വിഷയങ്ങളെയും അതേപോലെ ആഗോള തരത്തിൽ ഈ പ്രോ പാലസ്തീൻ പ്രതിഷേധങ്ങൾ നടക്കുന്നതും ഒരുമിച്ച് ഒരേപോലെ കാണാൻ കഴിയില്ല. കാരണം രണ്ടിനും രണ്ട് മാനങ്ങളാണ്. ഇനി രണ്ടാമത്തെ വിഷയം, ഇന്ത്യക്കുള്ളിൽ മാരകമായ രീതിയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ എന്തെങ്കിലും സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. പിന്നെ ശരിക്കും ഇൻസൈറ്റ്സ് മലയാളം എന്ന് പറയുന്നത് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സ് ചർച്ച ചെയ്യുന്ന ഒരു ചാനലാണ്. അത് നമ്പർ 1, നമ്മളുടെ തീം തന്നെ അതാണ്. രണ്ടാമത്തെ വിഷയം, ഇന്ത്യക്കുള്ളിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഗുണപരമാകുന്ന രീതിയിലുള്ള ചർച്ചകൾ നമ്മൾ എടുക്കാറില്ല. അത് ഇൻഫാക്ട് BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, മുസ്ലിം ലീഗ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇങ്ങനത്തെ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഗുണകരമാവുന്ന രീതിയിലുള്ള വാർത്തകൾ ഞാൻ ചെയ്യാറില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇന്ത്യയിലുള്ള ക്രിസ്ത്യാനികളെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അപ്പം ഇന്ത്യയിൽ ഇപ്പം നിലവിൽ ഈ റീസെൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളിൽ അതായത് എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പോരായ്മകളുണ്ട്. അത് നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റാത്ത യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ. ഒരു RSS എന്ന് പറഞ്ഞ ആ ഒരു സംഘടനയാണല്ലോ ഈ BJPയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണല്ലോ പ്രധാനമായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഇമാതിരിപ്പെട്ട ചർച്ചകളൊക്കെ മുന്നോട്ട് വരുന്നത്. അപ്പം ഇതിനു മുമ്പ് ക്രിസ്ത്യാനികൾക്കെതിരെ ഏതൊക്കെ കാലഘട്ടങ്ങളിൽ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പട്ടിക എടുത്ത് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തി നോക്കുക. ജസ്റ്റ് ഗൂഗിളിൽ തട്ടിയാൽ മതി, നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ഇവിടെ വിമർശിക്കുകയോ അല്ലെങ്കിൽ അവരെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും നടത്തുന്നില്ല. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ ജിയോ പൊളിറ്റിക്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ആഗോളതരത്തിൽ അത് ഇപ്പം നിലവിൽ റഷ്യ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട്, അതേപോലെ മിഡിൽ ഈസ്റ്റ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം അമേരിക്ക എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ആഗോള തരത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മൾ അമേരിക്കയെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ട്രംപിന്റെ തീരുമാനങ്ങളെ നമ്മൾ ഏറ്റവും കൂടുതൽ വിലയിരുത്തുന്നതും ആ ബേസിസിലാണ്. ഈ ക്രിസ്ത്യാനികൾക്കെതിരെ, അതായത് ഈ ക്രിസ്മസ് ആഘോഷങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള എന്തോ സംഭവിച്ചു എന്നുള്ളതാണ് ഇന്ത്യക്കുള്ളിൽ നിന്നും വരുന്ന വാർത്തയായിട്ട് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. ഞാനിത് ഡൊമൈനിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും എല്ലാം ലെഫ്റ്റ് സപ്പോർട്ടീവ് ആയിട്ടുള്ള മാധ്യമങ്ങൾ മാത്രമാണ് ഈ വിഷയം എംഫസൈസ് ചെയ്ത് സംസാരിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ റിയാലിറ്റി എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല. കാരണം ഇന്ത്യക്കുള്ളിലുള്ള വിഷയങ്ങൾ പരമാവധി അത് ലോക്കലൈസ്ഡ് ഇഷ്യൂസ് ആണ്. പിന്നെ ഇന്ത്യക്കുള്ളിൽ പരമാവധിയുള്ള ക്രിസ്ത്യാനികളെല്ലാം തന്നെ കൺവേർട്ടഡ് ആണ്. ഈ ക്രിസ്ത്യൻ സമുദായത്തിലേക്കുള്ള മതപരിവർത്തനം കണ്ടിന്യൂസ് ആയിട്ട് തുടരുന്നത് മറ്റുള്ള സമുദായത്തെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെ ഏതെങ്കിലും തരത്തിലെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂ നടക്കാറുണ്ട്. അതിലിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ കന്യാസ്ത്രീകളുടെ വിഷയം നോർത്ത് ഇന്ത്യയിൽ സംഭവിച്ചതേ നമുക്ക് ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കാൻ പറ്റും. കാരണം ഇതെല്ലാം വ്യക്തിപരമാണ്, അതേപോലെ ലോക്കലൈസ്ഡ് ഇഷ്യൂസ് ആണ്. ഇപ്പോൾ കേരളത്തിനെ നമുക്ക് രണ്ടായിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ സൗത്ത് നോർത്ത് എന്ന് എടുക്കാം. സൗത്ത് സൈഡിനേക്കാളും നോർത്ത് സൈഡിൽ ഏറ്റവും കൂടുതൽ അത് രാഷ്ട്രീയമായാലും ശരി തന്നെ, മതപരമായാലും ശരി തന്നെ, വർഗീയത ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് നോർത്ത് കേരള. അത് കമ്പാരിറ്റീവ്ലി നമുക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് കണ്ണൂർ പോലത്തെ ഏരിയകളിലൊക്കെ പാർട്ടി ഗ്രാമങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ കട്ട RSSന്റെ ആൾക്കാർ അവിടെയുണ്ട്. ഒരു തെരുവിലൂടെ നടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിവിശേഷങ്ങളൊക്കെ കേരളത്തിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ രീതിയിലുള്ള തീവ്ര നിലപാടുള്ള പൊളിറ്റിക്കൽ വിഷയങ്ങൾ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കാറില്ല. അതാണ് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വിലയിരുത്തിക്കോളൂ. നിങ്ങൾ കേരളത്തിലുള്ള വിഷയങ്ങൾ തീർച്ചയായിട്ടും നമ്മളുടെ മെയിൻ സ്ട്രീം മീഡിയയിൽ ഓരോ സംസാരിക്കുന്നുണ്ട്. പോരാഞ്ഞതിന് വൈകുന്നേരം വന്ന് ചാനലുകളിൽ ഇരുന്ന് ചർച്ചയും നടത്തുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് ആസ്വദിക്കാമല്ലോ. അപ്പം ഞാൻ എന്തായാലും ആ കളിക്കില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്നാൽ നമുക്കിപ്പം നമ്മൾ ജിയോ പൊളിറ്റിക്സിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇറാൻ ഒരു കപ്പൽ കൂടി കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. എണ്ണക്കപ്പൽ, ഏതാണ്ട് 4 മില്യൺ ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു ടാങ്കർ ഷിപ്പ് ഇറാൻ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിൻ്റെ അവിടെ വെച്ചിട്ട് അവർ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. ഇതിനെതിരെ അമേരിക്ക കണ്ടംപ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അമേരിക്ക ഓൾറെഡി തന്നെ 3 കപ്പൽ കടത്തി വെച്ചിട്ടുണ്ട്. ട്രംപ് പറഞ്ഞത് ഞങ്ങൾ പിടിച്ചെടുത്ത കപ്പലുകളെല്ലാം ഞങ്ങൾക്ക് സ്വന്തം, ഞങ്ങൾ അതിനെ വിൽക്കും എന്നാണ് ട്രംപ് പറഞ്ഞത്. അപ്പം ഈ ഇറാൻ പിടിച്ചെടുത്ത കപ്പലുകളിൽ അമേരിക്കയുടെ കപ്പലും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അമേരിക്കൻ കപ്പലുകൾ ഉൾപ്പെടെയുള്ള ഇറാൻ പിടിച്ചെടുത്തിരിക്കുന്ന 2 കപ്പലുകൾ, ഈ 2 കപ്പലുകളും ഇതിനു മുമ്പേ ഇറാൻ കുറെ കപ്പലുകളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അവർ അവകാശം പറഞ്ഞുകൊണ്ട് ഈ കപ്പലുകളെല്ലാം ഞങ്ങൾക്ക് സ്വന്തമാണ്, ഞങ്ങളും ഇതിന് വിൽക്കാൻ പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടുത്തെ അവസ്ഥ? അപ്പോൾ ഇതെല്ലാം തന്നെ ഇന്റർനാഷണൽ ട്രേഡ് സോൺ ആയിട്ടുള്ള ആ ഒരു കടലിന്റെ പരിധിയിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. അപ്പം ഇതിനകത്ത് അമേരിക്കയ്ക്ക് ഇന്റർനാഷണൽ സോണിൽ നിന്നും കപ്പലുകളെ ആന്തിക്കൊണ്ട് പോകാം എന്നുണ്ടെങ്കിൽ ഇറാനും പോവാം എന്നുള്ളതാണ് ഇറാൻ ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്.
എനിവേ, ഇറാന്റെ മറ്റൊരു വശം നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ഹെസ്ബുള്ളയെ വീണ്ടും പിന്തുണയ്ക്കുന്നതായിട്ട് അറിയിപ്പ് വന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് ഇസ്രായേൽ ഇന്ന് പബ്ലിഷ് ചെയ്തിരിക്കുന്ന വാർത്തയാണ്. ശരിക്കും പറഞ്ഞാൽ ഇറാൻ ആയുധങ്ങൾ ഹിസ്ബുള്ളയ്ക്ക് കൊടുക്കുന്നുണ്ട്. അവരെ ഒരു പരിധി വരെ ഇവർ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഹിസ്ബുള്ളയെ പിന്തുണച്ചുകൊണ്ട് ഇറാന്റെ പക്കൽ നിന്ന് വീണ്ടും സ്റ്റേറ്റ്മെന്റുകൾ ഉയർന്നു വരുന്നുണ്ട്, ഇറാൻ ഹിസ്ബുള്ളയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. ഇന്നലെ ഓവർനൈറ്റ് രാത്രിക്ക് രാത്രി തുടരെ ആക്രമണങ്ങൾ ഏതാണ്ട് 5-6 സ്ഥലങ്ങളിൽ, ശരിക്കും ലെബനന്റെ ഉള്ളിൽ സദൻ ലെബനാൻ ഭാഗത്ത് ആക്രമണം. ഇസ്രായേലാണ് ആക്രമണം നടത്തിയത്. അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയോടുകൂടി തന്നെയാണ് ആക്രമണങ്ങൾ നടത്തിയത്. അപ്പോൾ ഇതിൽ നിരവധി പേരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ എലിമിനേറ്റ് ചെയ്തു എന്നുള്ളതിന്റെ ലിസ്റ്റ് ഇതുവരെ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഓവർനൈറ്റ് ആക്രമണങ്ങളാണ് ലെബനാന്റെ ഉള്ളിൽ നടത്തിയത്. ലെബനാൻ സർക്കാർ ഹിസ്ബുള്ളയെ ഡിസാം ചെയ്യുന്നതിൽ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് അമേരിക്കയുടെ പിന്തുണ ഇസ്രായേലിന് കിട്ടിയിട്ട് ഇസ്രായേൽ തകൃതിയായിട്ട് ആക്രമണങ്ങൾ വെച്ച് അലക്കുന്നത് ലെബനാന്റെ ഉള്ളിൽ. അപ്പം ഇത്രയും ടെൻസ്ഡ് ആയിട്ട് ഈ ഒരു ക്രിസ്മസ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തുർക്കിയിൽ ഒരു ഇൻസിഡന്റ്. തുർക്കിയിൽ ഒരു എംപ്ലോയി സാലറി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. 1.5 മാസമായിട്ട് മുതലാളി ശമ്പളം കൊടുക്കുന്നില്ല. അങ്ങനെ ശമ്പളം ചോദിച്ച് മടുത്ത തൊഴിലാളി എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ബുൾഡോസറിൽ കയറി അങ്ങ് ഇരുന്നിട്ട് ആ കമ്പനിയിലുള്ള ആ വെഹിക്കിൾസ്, അതിനകത്ത് കിടക്കുന്ന ഒരു 5-6 വെഹിക്കിൾ ഉണ്ട്. ആ 5-6 വെഹിക്കിളും ഈ ലോഡ് ക്യാരിങ് വെഹിക്കിൾ, ഒരു ലോറിയുടെ ഫ്രണ്ട് ക്യാബിൻ മൊത്തം അങ്ങ് മാന്തി എടുക്കുന്ന രംഗമാണ് ഈ വീഡിയോയിൽ വെച്ചിരിക്കുന്നത്. അത് പ്രതിഷേധം, അതാണ് സംഭവം. തുർക്കിയിലാണ് സംഭവം. ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് മുതലാളിക്കെതിരെയുള്ള രോഷപ്രകടനമാണ് ഈ രീതിയിൽ പുറത്തു വന്നത്. അപ്പോൾ എന്തായാലും അയാൾക്ക് കിട്ടാനുള്ള ശമ്പള ബാക്കിയും കഴിഞ്ഞുള്ള ഒരു നഷ്ടം അയാൾ വരുത്തി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും ശമ്പളം കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മറുപടികൾ കൊടുക്കും തൊഴിലാളികൾ എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഈ ഒരു വീഡിയോ. തുർക്കിയിലെ തയ്യബ് എർദോഗൻ ഭയങ്കരമായിട്ടുള്ള ലക്ഷറിയസ് സ്പീച്ചൊക്കെ നടത്തിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ തുർക്കിയുടെ ഉള്ളിലുള്ള സാമ്പത്തിക അവസ്ഥയും കൂടി ഒന്ന് നന്നാക്കേണ്ടതുണ്ട്. അതാണ് യാഥാർത്ഥ്യം. തുർക്കി സാമ്പത്തികമായിട്ട് അത്ര വലിയ മെച്ചപ്പെട്ട അവസ്ഥയിലല്ല സഞ്ചരിക്കുന്നത്. അതും കൂടി നമ്മൾ ഇവിടെ തുറന്നു പറയേണ്ടതുണ്ട്. പരമാവധി ഈ ഹമാസ് തീവ്രവാദികളുടെ, ഭീകരവാദികളുടെ, മറ്റു പല ഭീകരവാദികളുടെയും ഇൻക്ലൂഡിങ് ഐസിസിന്റെ വരെ ഫണ്ടിങ് തുർക്കിക്കുള്ളിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഭീകരവാദികൾക്ക് കിട്ടുന്ന ഫണ്ടൊക്കെ തുർക്കിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ പൈസ തുർക്കിയുടെ ബാങ്കിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. തുർക്കി അത് വളരെ ലെജിറ്റിമേറ്റ് മണി ആയിട്ട് തന്നെ മാർക്കറ്റിലേക്ക് ഇട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് യാഥാർത്ഥ്യം. തീവ്രവാദികൾക്കെതിരെ നിലപാടെടുത്ത് കഴിഞ്ഞാൽ അവർ ഈ പൈസയും കാര്യങ്ങളൊക്കെ ചുരുട്ടിക്കൊണ്ട് വേറെ ഏതെങ്കിലും രാജ്യങ്ങൾക്ക് പോകുമായിരിക്കും. അവർക്ക് ഏതെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ഒരുപാട് കിടപ്പില്ലേ, ലിബിയ കിടപ്പുണ്ട്, അങ്ങനെ ഒരുപാട് കുത്തഴിഞ്ഞ രാജ്യങ്ങൾ ഒരുപാടുണ്ട്, അവിടെയൊക്കെ പോവാം. അതുപോലെ ഇന്നലെ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് ഡമസ്കസ് സിറ്റിയിൽ ഒരു ക്രിസ്മസ് ട്രീ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. അതേപോലെ യു കെയിൽ പ്രോ പാലസ്തീൻ പ്രതിഷേധം അവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതും ഈ ക്രിസ്മസ് ഡേയിൽ തന്നെ കൃത്യമായിട്ട് സംഘടിപ്പിക്കണം എന്ന് അവർക്ക് വളരെ നിർബന്ധമുണ്ട്. അതാണ് അവരുടെ ഒരു ജിഹാദ്. രണ്ടാമത് ബെൽജിയത്തിൽ, ബ്രസൽസിൽ നല്ല രീതിയിലുള്ള പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ചില്ലറ പ്രതിഷേധമൊന്നുമല്ല, ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് ഇമാതിരിയുള്ള പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും നടക്കട്ടെ. എന്തായാലും ഞാനിവിടെ ഒരു വിഷയം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, അതായത് ഇവിടെ എന്തുകൊണ്ടാണ് ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴും ഈ ദീപാവലി ആഘോഷിക്കുമ്പോഴൊക്കെ ഈ തീവ്ര ഇസ്ലാമിക വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ, ഇപ്പം നമ്മുടെ നാട്ടിൽ വരെ ശരിക്കും ക്രിസ്മസ് ആഘോഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, അതേപോലെ ന്യൂ ഇയർ ആഘോഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, ഇതര മതസ്ഥരുടെ കല്യാണ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, മറ്റുള്ളവരുടെ വീട്ടിൽ പോയി ആഹാരം കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉസ്താക്കന്മാരൊക്കെ ഫത്വകൾ പലതും പ്രഖ്യാപിക്കാറുണ്ട്. പ്രഖ്യാപിത ഫത്വകൾ, അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ എവിടെയെങ്കിലും എഴുതി വെച്ചതോ അങ്ങനെയൊന്നുമല്ല, അവർ തന്നെ സ്വയം അങ്ങ് പറയും. അതിന് അവർ ആധാരമായിട്ട് പല രീതിയിലുള്ള ഹദീസുകളും അതൊക്കെ എടുത്തുകൊണ്ടൊന്ന് കാണിച്ചിട്ട് അവർ പ്രഖ്യാപിക്കും. അതായത് അന്യമതത്തിലുള്ള ഒരു സുഹൃത്തിന്റെ കല്യാണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണം, ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് പ്രശ്നം. ഇങ്ങനെ പഠിപ്പിക്കുന്ന വർഗീയത നിറഞ്ഞ ഒരു സൊസൈറ്റി ഉണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കാൻ. ജൂവിഷ്, ക്രിസ്ത്യൻ, ഇസ്ലാം, ഇത് മൂന്നും അബ്രഹാമിക് റിലീജിയൻ എന്നുള്ള നിലയിലാണ് ഇത് അറിയപ്പെടുന്നത്. സെമറ്റിക് റിലീജിയൻസ് ആണ്. അപ്പം ഇത് ഈ അബ്രഹാമിക് റിലീജിയൻ എന്ന് പറയുന്നത് അബ്രഹാമിന്റെ ജനറേഷൻ എന്നുള്ള നിലയിൽ പറയപ്പെടുന്നതാണ് അബ്രഹാമിക് റിലീജിയൻ. കാരണം അബ്രഹാമിന്റെ മോസസ് ആ രീതിയിൽ ജൂവിഷ് കമ്മ്യൂണിറ്റിയും അതിൽ നിന്നും ജീസസ് ക്രൈസ്റ്റിലോട്ട് അതിൻ്റെ ആൻസെസ്ട്രൽ ഹിസ്റ്ററി കാണിക്കുന്ന രീതിയിലുള്ള ഒരു ചരിത്രവുമായിട്ട് ക്രിസ്ത്യാനികളും അബ്രഹാമിന്റെ 2ാം ഭാര്യയിൽ ഉണ്ടായ മകനായ ഇസ്മായിലിന്റെ ഗോത്രക്കാരായിട്ട് കരുതപ്പെടുന്ന മുസ്ലിംസും. ഇതാണ് പൊതുവിൽ അബ്രഹാമിക് റിലീജിയൻ എന്ന് വിളിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. സെമറ്റിക് റിലീജിയൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇവർ മരിച്ചു കഴിഞ്ഞാൽ ഭൗതിക ശരീരം മണ്ണിൽ കുഴിച്ചിടുകയും പിന്നീട് ഈ ഒരു ശരീരം പൂർണ്ണ രൂപത്തോടു കൂടി ഉയർത്തെഴുന്നേറ്റ് വരും എന്നുള്ള ഉയർപ്പ് ദിവസത്തിൽ വിശ്വസിക്കുന്ന ആ ഒരു കോൺസെപ്റ്റാണ് ഈ സെമറ്റിക് റിലീജിയൻസിന്റെ സിസ്റ്റം. അപ്പം അതാണ് പൊതുവിൽ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇവർക്കെല്ലാവർക്കും കൂടി ആ മോസസിന്റെ യഹൂദന്മാരുടെ ആ ഒരു ടൈമിൽ തന്നെ ഈ ഇസ്രായേൽ ജനതയെ ഈജിപ്തിൽ നിന്നും രക്ഷപ്പെടുത്തി കാനാൻ ദേശത്തേക്ക് കൊണ്ടുവരുന്നതായിട്ട് ഒരു സ്റ്റോറി ഉണ്ട്. എക്സഡസ്, ഈ ബൈബിളിലെ എക്സഡസിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം ഈ എക്സഡസ് എന്ന് പറഞ്ഞ ഈ ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് അവിടെ ഈ സൈനായി മേഖലയിൽ ഇവർ 40 വർഷം അലഞ്ഞു തിരിഞ്ഞാണ്, മരുഭൂമിയിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് അവസാനം ചെങ്കടലൊക്കെ 2ആയി പിളർത്തി റാംസസ് രാജാവിനെയൊക്കെ ദൈവം വധിച്ചു. അങ്ങനെ ഇവര് ചെങ്കടലേക്ക് പിളർന്ന് ഇവര് നേരെ എവിടെ വരികയാണ്?
നേരെ ഇവർ കാനാൻ ദേശത്തേക്ക് വരികയാണ്. അതാണ് ഇപ്പോഴത്തെ ആ ഒരു ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് പറയാം. കാനാൻ ദേശം, അതിന് അപ്പർ കനാൻ, ലോവർ കനാൻ എന്നൊക്കെ ചരിത്രകാർ അതിനെയൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് കയറുന്നതാണ് ഈ ഒരു സ്ഥലം. അപ്പോൾ അങ്ങനെ വരുന്നതിന് മുമ്പായിട്ട് തന്നെ മോസസ് മരണപ്പെടുകയാണ്. ഈ സൈനായ് എന്ന് പറഞ്ഞ ആ ഒരു പർവ്വത നിരകളുടെ ഇടയിൽ ഇവർ കുറച്ച് നാൾ താമസിച്ചിട്ടുണ്ടായിരുന്നു. 40 വർഷമാണല്ലോ. അപ്പോൾ അവിടെ കുറച്ച് നാൾ താമസിച്ചിരുന്ന സമയത്ത് ഇവരുടെ ഇടയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും ഇവർ വിഗ്രഹാരാധനയിലേക്ക് വഴിമാറിപ്പോയതായിട്ടും, അപ്പം ഈ സൈനായ് പ്രൊവിൻസിൽ ഇവർ കുറച്ച് നാൾ താമസിച്ചതായിട്ടും, ആ സൈനായ് പ്രൊവിൻസിൽ നിന്നും മോശെ ദൈവത്തിനെ കാണാൻ വേണ്ടി മലമുകളിൽ കയറി പോകുന്നതായിട്ടും, അവിടെ വെച്ചിട്ട് 10 കൽപ്പനകൾ, അതായത് മാർഗനിർദ്ദേശങ്ങൾ, ഈ ഇസ്രായേൽ ജനം എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു മാർഗനിർദ്ദേശം എന്നുള്ള നിലയിൽ 10 കൽപ്പനകൾ എഴുതിയ ഒരു ഫലകം കൊടുത്തതായിട്ടാണ്, പാറയിൽ തീപ്പിഴമ്പുകൾ കൊണ്ട് എഴുതി പിടിപ്പിച്ച രീതിയിൽ അത് ഇങ്ങനെ മുറിച്ച് കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ 10 കൽപ്പനകൾ എഴുതിയ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഇവർക്ക് കൊടുത്തത്. 10 കമാൻഡ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഈ 10 കമാൻഡ്മെന്റ്സിൽ ആദ്യത്തെ കമാൻഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനല്ലാതെ നിനക്ക് മറ്റൊരു ദൈവമില്ല. ഇതാണ് ആദ്യത്തെ കൽപ്പന. ഇത് തന്നെയാണ് മുസ്ലിംസിന്റെയും കൽപ്പന. ഈ മുസ്ലിംസിന്റെയും കൽപ്പനയിൽ അവർ ചേർത്തിട്ടുണ്ട് അഡീഷണൽ ആയിട്ട്, ഈ ഞാനല്ലാതെ നിനക്ക് മറ്റൊരു ദൈവമില്ല, അതിനോടൊപ്പം മുഹമ്മദ് ദൈവത്തിന്റെ അന്തിമ പ്രവാചകനാണെന്ന് വിശ്വസിക്കണം. ഇതും കൂടി അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും ചേരുമ്പോഴാണ്, ഈ ഒരു വാക്യം പറയുമ്പോഴാണ് നിങ്ങൾ മുസ്ലിമായിട്ട് മാറുന്നത്. ഇതിനെ അവർ ഖലിമ അല്ലെങ്കിൽ ഖലീമ എന്നൊക്കെ വിളിക്കും. അപ്പം ഇങ്ങനെ ഒരു കലിമ ചൊല്ലിക്കൊണ്ടാണ് നിങ്ങൾ ഇസ്ലാമിലോട്ട് മാറുന്നത്. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. അതായത് നിങ്ങൾ ഒരു സ്ത്രീയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയാലും ഒരു വിഷയമില്ല എന്നുള്ളതാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ബ്ലാസ്ഫമി എന്താണ്? അന്യദൈവങ്ങളെ ആരാധിക്കുക, ദൈവനിഷേധം, ഇതൊക്കെയാണ് ഇസ്ലാം മതത്തിലെ ഏറ്റവും വലിയ തെറ്റുകൾ. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ തെറ്റ് ചെയ്യുന്നവരെ ഇല്ലായ്മ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു കസാര ഉറപ്പിക്കാം. അതാണ് മനസ്സിലാക്കേണ്ടത്. ഞാനിപ്പോൾ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ പൊതുവെ ഫോളോ ചെയ്യപ്പെടുന്ന 3 മതങ്ങളിലുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് സ്വർഗത്തിൽ വിശ്വാസമുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഓരോരുത്തരും ചോദിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ക്രിസ്ത്യാനികളുടെ സ്വർഗം ഒരു സൈഡിലുണ്ട്, മുസ്ലിംസിന്റെ സ്വർഗം വേറൊരു സൈഡിലുണ്ട്. അപ്പോൾ ഇവിടെ മുസ്ലിംസിന്റെ സ്വർഗത്തിൽ അവർക്ക് സീറ്റ് ഉറപ്പിക്കാനുള്ള കൃത്യമായിട്ടുള്ള മാർഗ്ഗരേഖ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചാണ് അവർ പെരുമാറുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ അവർ നശിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ സ്വർഗത്തിലേക്കുള്ള ആ ഒരു വഴിയുണ്ടല്ലോ, അത് കുറച്ചുകൂടെ എളുപ്പമാവുകയാണ്. അതുകൊണ്ടാണ് ക്രിസ്മസ് മാർക്കറ്റുകൾ, അതേപോലെ എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടോ, തീവ്ര വിശ്വാസമുള്ള ആൾക്കാർ, ഇപ്പം ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളില്ലേ, ഇല്ല നമുക്ക് പറയാൻ പറ്റത്തില്ല. ക്രിസ്ത്യൻ മതം വന്നിട്ട് ഒരു 600 വർഷം കഴിഞ്ഞിട്ട് മുസ്ലിം മതം വന്നതുകൊണ്ട് തന്നെ അവർ ചോർച്ചയൊക്കെ അടച്ച് റെഡിയാക്കിയിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ ഒരു വിശ്വാസത്തിലേക്ക് കയറി പറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്നും വ്യതിചലിച്ച് പോകാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനും അവർ നിയമം ഉണ്ടാക്കിക്കൊണ്ടാണ് ഇവിടെ മതം പ്രചരിപ്പിച്ചിരിക്കുന്നത്. മുർദത്ത് എന്ന് വിളിക്കും. മുർദത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിൽ നിന്നും പുറത്തു പോകുന്ന ആളിനെ വിളിക്കുന്ന പേരാണ് മുർദത്ത്. മുർദത്തുകളെ കൊല്ലണം എന്ന് തന്നെയാണ് നിയമം പറയുന്നത്. അപ്പോൾ ഇമാതിരിപ്പെട്ട നിയമങ്ങൾ, കർശനമായ നിയമങ്ങൾ എഴുതി പിടിപ്പിച്ചുകൊണ്ടാണ് ഇസ്ലാം മതം വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് വിശ്വാസത്തിനേക്കാളും ഏറ്റവും കൂടുതൽ പേടിയാണ്, ദൈവത്തിന് ഭയങ്കര പേടിയാണ് അവർക്ക്. നേരെ മറിച്ച് ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ യഹൂദന്മാരോ വിശ്വസിക്കുന്നത് പോലെ ഒരു ലവബിൾ, ഒരു ഫാദർലി, അങ്ങനെ ഒരു ഫാദർഹുഡ് കണക്ഷൻ അല്ല ദൈവവുമായിട്ട് ഇസ്ലാമിലുള്ളത്. ഈ തീവ്രവാദം എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു കോർ ഡീറ്റെയിൽസ് ആണ് ഞാനിപ്പം നിങ്ങളുടെ അടുത്ത് ഇവിടെ പറഞ്ഞു വെച്ചത്. ഇതാണ് യഥാർത്ഥ തീവ്രവാദം. ആ തീവ്രവാദമാണ് ലോകമെമ്പാടും പടർന്ന് പന്തലിച്ച് നടക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് പിന്നെ ഇന്ത്യയിൽ നടക്കുന്ന ഒറ്റപ്പെട്ട ലോക്കലൈസ്ഡ് ഇഷ്യൂസിനൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ മാസീവായിട്ടുള്ള പിക്ചറിൽ നടക്കുന്ന ഈ ഒരു ഭീകരവാദത്തിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. മനസ്സിലായി? ഇന്ത്യക്കുള്ളിൽ ശരിക്കും താരതമ്യേന ഒന്നും നടക്കുന്നില്ല. അതാണ് സംഭവം. ഇന്ത്യയിൽ നടക്കുന്ന ഒരു വിഷയങ്ങളെ അല്ല, ശരിക്കും പറഞ്ഞാൽ അത് കാലങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ചെറിയ തർക്കങ്ങളാണ് ഇന്ത്യക്കുള്ളിൽ നടക്കുന്നത്. ഇപ്പം സെൻട്രലിൽ BJP ഭരിച്ചാലും ഇത് സംഭവിക്കും, കോൺഗ്രസ് ഭരിച്ചാലും സംഭവിക്കും, ആര് ഭരിച്ചാലും ഇത് സംഭവിക്കും. അതങ്ങനെ തന്നെയാണ്. പിന്നെ ഇന്ത്യക്കുള്ളിൽ ഒരു ബാലൻസിങ് ഉണ്ട്. ഏതെങ്കിലും ഒരു വിഭാഗം പെട്ടെന്ന് തന്നെ പിന്തള്ളപ്പെടുന്നുവെങ്കിൽ അതിനെ പിന്തുണയ്ക്കാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടി വരും, ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി വരും. ഈ വോട്ട് ബാങ്ക് മാനിച്ച് അങ്ങനെ പെട്ടെന്ന് ഇഷ്യൂസ് അങ്ങനെ കത്തിപ്പടർന്ന് ഇങ്ങനെ പോകാറില്ല. അത് പെട്ടെന്ന് തന്നെ സപ്രസ് ചെയ്യപ്പെടും. അങ്ങനെ വൻതോതിൽ വലിയ രീതിയിൽ ഇപ്പം ഈ പ്രോ പാലസ്തീൻ പ്രൊട്ടസ്റ്റ് ഒക്കെ നടക്കുന്നത് പോലെ, അല്ലെങ്കിൽ യഹൂദന്മാർക്കെതിരെയുള്ള ആക്രമണങ്ങൾ നടക്കുന്നത് പോലെ, അല്ലെങ്കിൽ അപ്പം ഇപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ നടന്നതുപോലെ ഇതുപോലെയൊക്കെ സംഭവങ്ങൾ ഇന്ത്യക്കുള്ളിൽ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന് കാരണം വേറെ ഒന്നുമില്ല, അതിൻ്റെ കാരണം ഇന്ത്യക്കുള്ളിലുള്ള ആ ഒരു ഡൈവേഴ്സിറ്റിയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അത് കഴിഞ്ഞാൽ ക്രിസ്മസ് ആയാലും യൂറോപ്പിൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റ് അത് ആളിക്കത്തുകയാണ്. ഉർസുല വാണ്ടർലൈനെ ഞങ്ങൾ വീട്ടിലേക്ക് അയച്ചിട്ടേ ഞങ്ങളിനി ഈ പ്രതിഷേധം അവസാനിപ്പിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഫാർമേഴ്സിൻ്റെ തീരുമാനം. അതിനനുസരിച്ച് ഫാർമേഴ്സ് നല്ല രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നടത്തുന്നത്. ഫ്രാൻസിൽ നല്ല പ്രതിഷേധമുണ്ട്, അതുപോലെ ബെൽജിയത്തിലുണ്ട്. അങ്ങനെ പല യൂറോപ്യൻ രാജ്യങ്ങളിലും പ്രതിഷേധങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.